കോഴിക്കോട് ഭവൻസ് ലോ കോളേജിൽ വിദ്യാർത്ഥി സമരം എസ്എഫ്ഐയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. അമിത ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി സമരം നടക്കുന്നത്. സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ മേഘ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. മേഘ, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സോമി, വിദ്യാർത്ഥി സമരം ഇപ്പോൾ നേരിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് ഭവൻസ് ലോ കോളേജിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇവിടെ അമിത ഫീസ് ഈടാക്കുന്ന മാനേജ്മെന്റ് തീരുമാനം പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമര പരിപാടികൾ നടന്നു വരികയാണ്. അതിനുശേഷമാണ് ഇന്നലെ എസ്എഫ്ഐ നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയത്. അല്പസമയം മുൻപ് പ്രകടനവുമായി എത്തിയ എസ്എഫ്ഐ പ്രവർത്തകരെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുന്ന കാഴ്ചയും കണ്ടു. സമരക്കാരെ അല്പം മുമ്പ് തന്നെ സമരപന്തലിൽ കയറിയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ സമരപന്തലിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സോമി, മേഘ, ഒപ്പം തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? സോമി, ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾ നേരത്തെ കോളേജ് പ്രിൻസിപ്പാളിന്റെ റൂമിന് താഴെ ഇരുന്ന് ഉപരോധമായിരുന്നു. അതിനുശേഷം ഒരു വിദ്യാർത്ഥിയെ പോലീസ് തടഞ്ഞു വെച്ചു എന്നാരോപിച്ച് വിദ്യാർത്ഥികൾ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുകയും ബിൽഡിങ്ങിന്റെ വാതിലുകളും ഒപ്പം തന്നെ ജനൽച്ചില്ലുകളും അടിച്ചു തകർക്കുകയും ചെയ്തു. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളും ഉണ്ടായി. അതിനുശേഷം പോലീസ് പ്രവർത്തകർക്ക് നേരെ തിരിയുകയായിരുന്നു. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ നേരിയ സംഘർഷം ഉണ്ടായി എന്ന് തന്നെ പറയാം നമുക്ക്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. സമരപന്തലിനുള്ളിൽ കയറിയാണ് വിദ്യാർത്ഥികളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് മറ്റ് എസ്എഫ്ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. സോമി, മേഘ, ഇപ്പോഴവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? ശാന്തമാണോ? സോമി, നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം പ്രവർത്തകരെ സമരപന്തലിലുള്ള പ്രവർത്തകർ ഇപ്പോൾ എസ്എഫ്ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നേരിയ സംഘർഷാവസ്ഥ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിൽ കൂടി പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇപ്പോൾ ആ സമരപന്തലിലുണ്ട്. അവർ ശക്തമായ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. മാനേജ്മെന്റ് പ്രതിനിധികൾ തങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറാവണം. അമിത ഫീസ് ഈടാക്കുന്ന മാനേജ്മെന്റ് തീരുമാനം പിൻവലിക്കണം. ഒപ്പം തന്നെ മെറിറ്റ് സീറ്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് കോട്ടയിൽ എത്തിയ വിദ്യാർത്ഥികളോട് വാങ്ങുന്ന അതേ ഫീസാണ് ഇപ്പോൾ മാനേജ്മെന്റ് വാങ്ങുന്നത്. അത് മാനേജ്മെന്റ് പ്രതിനിധികൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നതാണ് കൗതുകകരമായ കാര്യം. സ്വാമി, ക്ലാസ് മുറികളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. മാനേജ്മെന്റ് പ്രതിനിധികൾ എത്തി തങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ഒരു ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുൻപോട്ട് വെക്കുന്നത്. അതുവരെ സമരവുമായി മുൻപോട്ട് പോകും എന്ന പ്രഖ്യാപനം തന്നെയാണ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയിരിക്കുന്നത്. സ്വാമി, കോഴിക്കോട് ഭവൻസ് ലോ കോളേജിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വിവരമാണ് മേഘ നൽകിയത്.